പ്രശ്നമല്ലേ? അതിനുമുമ്പ് എന്തിനിങ്ങനെയൊക്കെ? ശരി, ഓക്കെ ഓക്കെ ബൈ. ഓക്കെ ബൈ. എന്താ രമേശ്, സുഖം തന്നെയല്ലേ? സുഖമായിട്ടിരിക്കും സാർ. സാർ ഇരിക്കും. ഒരു കേസിന്റെ കാര്യത്തിലാണ് സാറിനെ കാണാൻ. നിനക്ക് എന്തിനീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ? ഡോക്ടറിന് പഠിച്ചതല്ലേ, അത് തന്നെ നോക്കിയാ പോരെ, അതല്ലേ നല്ലത്. കേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് സാർ, അതുകൊണ്ടാണ് ഈ സമ്മതിച്ചത്. ഈ കേസൊക്കെ ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോകും. അതിരിക്കട്ടെ, കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവനുണ്ടല്ലോ സാധാരണ പ്രേതമല്ല, പവർഫുൾ പ്രേതമാ. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എന്തെങ്കിലും ചെയ്യാനും വല്ല മാർഗമുണ്ടോ? ഒരൊറ്റ വഴിയേ ഉള്ളൂ, പക്ഷെ അത് ഭയങ്കര ഡേഞ്ചർ. അതെന്താണെന്ന് പറയൂ സാർ. ഓക്കെ, ഞാൻ പോയിട്ട്. എടാ തടിയാ, ഒരുപാട് വർഷങ്ങളായി ഞാൻ ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഞാനൊന്ന് വളരെ ഹാപ്പിയാണ്. നിന്റെ അഭിപ്രായം എന്താണ്? സന്തോഷമായിട്ടിരുന്ന ഞാനും സന്തോഷം സാർ. നാച്ചുറൽ സ്റ്റാർ, ഒരു പ്രശ്നം വരില്ലല്ലോ? തെറ്റ് കിടന്നാലേ എവിടെ നിന്നൊക്കെ ചോര വരുന്നു എനിക്കറിയാം സാറേ. ഒന്നും സംഭവിക്കില്ല സാറേ, നിങ്ങൾ നടത്തു സാറേ. എൻജോയ്. ചേട്ടാ, ഡോക്ടർ വന്നിട്ടുണ്ട്, വാ നമുക്ക് പോയി നോക്കാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നമസ്കാരം സാർ. സ്റ്റോറി ക്ലൈമാക്സ് എത്തി. ഇനി നിങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ടേ? നിങ്ങളാണ് ഇനി ഞങ്ങളെ രക്ഷിക്കേണ്ടത് ഡോക്ടർ. ഒരുപാട് ആൾക്കാരെ കണ്ടു, എല്ലാരും ഒരേ ഒരു കാര്യമാണ് പറഞ്ഞത്, പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറാ. എന്തെങ്കിലും ഒരു പെടവ് സംഭവിച്ചാൽ നമ്മളെല്ലാവരും തീരും. എന്ത് ഡേഞ്ചർ ആണെങ്കിലും കുഴപ്പമില്ല, എന്താ ചെയ്യേണ്ടതെന്ന് പറയട്ടെ. ഈ പ്രേതം കന്യയായ സ്ത്രീകളോട് മാത്രമേ ബന്ധപ്പെടുകയുള്ളൂ. ഒരുപക്ഷെ വെണ്ണിലയുടെ കന്യാത്ത് നഷ്ടപ്പെട്ടാൽ ആ പ്രേതം അവളെ സമീപിക്കില്ല. വെണ്ണില വെർജിൻ അല്ലേ ഡോക്ടർ? നമ്മൾ ആരെങ്കിലും ഒരാൾ വെണ്ണിലയുടെ കൂടെ ഒരു ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ ആ പ്രേതം അടിക്കും. അര സെക്കൻഡ് പോലും ചിന്തിക്കാണ്ട് എല്ലാരെയും ഭസ്മമാക്കാവൻ. നമ്മുടെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും ഉണ്ടാവില്ലല്ലേ, ലെക്ക തീർത്ത്. വെണ്ണിലേനെ കല്യാണം ചെയ്യാൻ അവളുടെ അച്ഛൻ സമ്മതിച്ചില്ലെന്ന് അപ്പൊ തന്നെ ചാമ്പലാക്കി. അങ്ങനെയാണെങ്കിൽ അന്ന് നീ പുറത്തു കൊണ്ട് കളഞ്ഞ അതേടാ, അയാളുടെ തന്നെയാ. അവൻ ഭയങ്കര പവർഫുൾ ആ ഡോക്ടർ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ പറയുന്നതിനൊക്കെ വെണ്ണിലെ സമ്മതിക്കണ്ടേ? അവൾക്ക് രാകേഷിന് അത്രയ്ക്ക് വിശ്വാസമാണ്. ദയവ് ഇത് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വെണ്ണില വളരെ നല്ലൊരു പെണ്ണാണ്. സ്വപ്നത്തിൽ പോലും ആരും ദ്രോഹിക്കണം അവൾ ചിന്തിക്കില്ല. നിങ്ങൾക്ക് എങ്ങനെ അറിയും ഡോക്ടർ? അന്ന് ഞാൻ അവളുടെ കൈ തൊട്ടപ്പോഴേ അവൾ നല്ല പെണ്ണാന്ന് എനിക്ക് മനസ്സിലായി. എന്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ വെണ്ണിലേക്ക് മയങ്ങാനുള്ള മരുന്ന് കുത്തിവെച്ച് അവളെ താലി കെട്ടി ശാരീരികമായി ബന്ധം നടത്തണം. അറിയാതെ പോലും ആ പ്രേതം വെണ്ണിലെ കാണാനേ പാടില്ല. ഒത്തിരി കഷ്ടമാണ് ഡോക്ടർ, ഇതല്ലാണ്ട് വേറെ വഴിയില്ലേ? ഇതല്ലാതെ വേറെ യാതൊരു മാർഗവും ഇല്ല. ഇതിപ്പോ ആരാണ് ചെയ്യാൻ പോകുന്നത് പറയൂ. ഞാൻ ഇത് നിനക്ക് ചെയ്യാൻ പറ്റും? വേണ്ട ഡോക്ടറെ, അല്ലെങ്കിൽ തന്നെ എന്നെ കണ്ണെടുത്താ കണ്ടൂടാ. ഞാനിത് ചെയ്തതെന്ന് അറിഞ്ഞാൽ അവൻ എന്റെ തലയിൽ ചെണ്ടമേള. സാർ നിങ്ങളോ? ചെറിയ വയസ്സിൽ എന്റെ ചിറ്റപ്പൻ അവനെ സ്കൂളിൽ പോടാന്ന് വഴക്ക് പറഞ്ഞതിന് അയാളും അവൻ ചാമ്പലാക്കി. ഇനി ഇതെങ്ങാൻ ഈ കാര്യം ഞാനാ ചെയ്തതെന്ന് അവൻ അറിഞ്ഞാ എന്നെയും ഭസ്മമാക്കി ദേ കിടക്കുന്ന കാവിലോട്ട് വലിച്ചെറിയും. ഞാൻ ചെയ്യാം ഡോക്ടർ. ഒരു പാവം പെണ്ണിന്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി ഞാൻ റിസ്ക് എടുക്കാം ഡോക്ടർ. ഇതിലെന്റെ ജീവൻ പോയാലും ശരി ഡോക്ടർ, അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയാൽ മതി. വെരി ഗുഡ് ശിവ. താങ്ക് യു. കൺഗ്രാറ്റ്സ്. അടിപൊളി ബ്രോ. ഹായ്. ഹായ്. ഹായ് വെണ്ണില. ഹായ് ഹായ്. അകത്തേക്ക് വരൂ. ഒരു കാര്യം സംസാരിക്കാൻ വന്നതാ ഞാൻ. എന്താ കാര്യം? എന്താന്ന് വെച്ചാ, നിനക്ക് കല്യാണത്തിന് സാരി വാങ്ങിക്കണമല്ലോ. അപ്പൊ ഏത് കടയ്ക്ക് ഏത് സമയത്ത് പോവാം? ഓൾറെഡി എൻ്റെ അടുത്ത് പട്ടുസാരികളുണ്ട്.
അച്ഛൻ 1 മാസത്തിനുള്ളിൽ വീണ്ടും കല്യാണം കഴിപ്പിക്കാന്ന് പറഞ്ഞില്ലേ, അപ്പൊ നമുക്ക് വാങ്ങാം സാരികള്. ശരി മോളെ, നിന്റെ ഇഷ്ടം. അതൊക്കെ പോട്ടെ, അകത്തേക്ക് വാ, കോഫി ഇല്ല, കുടിക്കാം. ഇരിക്കാം. സാരമില്ല, ശരി, ശരി. പിന്നെ ഒരു ദിവസം ആവാം. നീ പോയി റെസ്റ്റ് എടുക്കും മോളെ. പോയിക്കോ. ശരി. പോയിക്കോ. ഈശ്വര പൊറുക്കണേ. രാകേഷ്, നമുക്ക് പോവാം. എടീ, എന്ത് കാര്യം നീ ചെയ്തേ? ഇന്ന് എന്റെ കൂടെ കല്യാണത്തിന് ഒരുങ്ങിയിട്ട് വേറൊരുത്തിന്റെ കൂടെ കിടന്നു അല്ലേ? അയ്യോ രാകേഷ്, എനിക്കൊന്നും അറിയില്ല. നീ പറയണത് പോലെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. മിണ്ടലടി. നീയൊക്കെ ഒരു പെണ്ണാണോ? നിനക്ക് സംസാരിക്കാൻ അർഹതയില്ല. രാകേഷ്, വീട്.
രാകേഷ് എടാ പ്ലീസ്. തടിയാ, ഇത് നിന്റെ പണിയാണോ? സാർ എനിക്ക് അത്ര ധൈര്യമൊന്നുമില്ല സാർ. ഞാനല്ല സാർ. That's your star. എനിക്കതിനുള്ള ധൈര്യമൊന്നും ഇല്ല സാറേ. ഞാൻ സാറിന് വിട്ടത് പട്ടിയെ പോലെയാ. എനിക്കൊന്നും അറിയില്ല സാർ. എന്താ ഡോക്ടർ, ഇത് നിങ്ങളുടെ ജോലിയാണല്ലേ? ഈ കാണിക്കുന്നത് തെറ്റാണ് സാർ. ഇതൊക്കെ നടക്കാൻ നോക്കുന്നതാണ് എന്റെ ഉത്തരവാദിത്വം. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. ടാ. ഇതെല്ലാം ചെയ്തത് ഞാനാ രാകേഷ്. ആ. വെണ്ണിലയുടെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. നീ എന്നെ കൊല്ലുകയാണെങ്കിൽ കൊന്നോ. ആ. എടാ തടിയാ, ഇവിടെ തന്നെ ഉണ്ട് സാർ. റൂൾ നമ്പർ 1 എന്താണെന്ന് അറിയോ? നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യണം, അതല്ലേ സാർ? ഇല്ലടാ, റൂൾ നമ്പർ 1 എന്താണെന്ന് വെച്ചാൽ ഈ വിചാരിക്കുന്നത് നടക്കുന്നത് വരെ ഉറങ്ങാനേ പാടില്ല. ഇന്നലെ ഒരു ദിവസം ഉറങ്ങിയേനെ ഒരുപാട് കൊല്ലത്തെ ശ്രമങ്ങളെല്ലാം വെറുതെ ആയടാ. എടീ വെണ്ണില, നിന്റെ എന്റെ സ്വന്തമാക്കാൻ 5000 കൊല്ലങ്ങളായി കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഇനി മറുജന്മം എടുത്തെങ്കിലും നിന്നെ കണ്ടുമുട്ടും. ഞാൻ നിന്നെ എന്റെ സ്വന്തമാക്കിയേ തീരൂ. നീ ഇല്ലാതെ ജന്മം എനിക്ക് ആവശ്യമില്ല. എന്റെ ലോകത്തേക്ക് തന്നെ ഞാൻ പോയേക്കാം. സൈത്താൻ കെ ബച്ച. താഴേന്ന് വരെ ചോര വരുത്തിയാലോടാ സൈക്കോ പിശാശേ. സോറി വെണ്ണില, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഒരുപക്ഷെ നിന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നോ? സാരമില്ല, നിനക്കൊന്നും പറ്റില്ലല്ലോ. വെണ്ണീലയുടെ അച്ഛനെ കുറിച്ച് വെണ്ണീലയുടെ അടുത്ത് പറഞ്ഞാലോ ഡോക്ടർ? ഇപ്പൊ വേണ്ട, അവളിപ്പോ വല്ലാത്ത ഷോക്കിലാണ്. കുറച്ചുനാൾ കഴിഞ്ഞിട്ട് നമുക്ക് അവളോട് കാര്യം പറയാം. താങ്ക് യു, ഒത്തിരി നന്ദി ഡോക്ടർ. ആ പ്രേതം പെണ്ണിലേക്ക് വേണ്ടി ഇനി തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടോ? ഈ ജന്മത്തിൽ വെണ്ണിലേക്ക് വേണ്ടി വരില്ല, പക്ഷെ അടുത്ത ജന്മത്തിൽ ഉറപ്പായിട്ടും വരും. എങ്ങനെ, ഏത് രൂപത്തിൽ, എവിടെ വരുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഇനി മുതൽ എന്റെ ജീവിതം നീയാണ് ശിവ. നിനക്ക് വേണ്ടി വീണ്ടും ജനിച്ചിരിക്കുകയാണടി വെണ്ണില.
For more updates, like, comment, subscribe to our channel.